നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യ ജീവനൊടുക്കിയ വിവരമറിഞ്ഞ് ദോഹയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ച യുവാവിനെ ബാംഗ്ലൂരിലെ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എടത്വ കൊടുംകുന്നം പുത്തൻ വീട്ടിൽ PS സനുക്കുട്ടനാണ് മരിച്ചത്. 2 ദിവസം മുൻപാണ് സനുക്കുട്ടന്റെ ഭാര്യ മാവേലിക്കര ഉമ്പർനാട് പഴയതോപ്പിൽ ഹരീഷ്മയെ 27 വയസ്സായിരുന്നു പ്രായം. ഹരീഷ്മയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 മാസം ഗർഭിണിയായിരുന്നു ഹരീഷ്മയുടെ മരണവിവരം അറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചതായിരുന്നു സനു. നെടുമ്പാശ്ശേരിയിലേക്ക് പോകാനായി കണക്ഷൻ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ ഇറങ്ങിയ ശേഷം ലോഡ്ജിൽ മുറിയെടുത്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 4 മാസം മുൻപായിരുന്നു സനുവിന്റെയും ഹരീഷ്മയുടെയും വിവാഹം. 1 മാസം മുൻപാണ് സനുക്കുട്ടൻ വിദേശത്തേക്ക് പോയത്. കണക്ഷൻ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിൽ ഇറങ്ങിയ ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്നായിരുന്നു വീട്ടുകാരെ അറിയിച്ചത്. ഇതനുസരിച്ച് സഹോദരനും ബന്ധുവും കൂടി നെടുമ്പാശ്ശേരിയിൽ കാത്തുനിന്നെങ്കിലും സനുക്കുട്ടൻ എത്തിയില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തുടർന്ന് ബാംഗ്ലൂരു വിമാനത്താവളം അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ സനുക്കുട്ടൻ അവിടെ ഇറങ്ങിയതായി വിവരം ലഭിച്ചു. തുടർന്ന് ബന്ധുക്കൾ ബാംഗ്ലൂരിലെത്തി മലയാളി അസോസിയേഷനുമായി പോലീസുമായി ബന്ധപ്പെട്ടു. ലോഡ്ജിൽ മലയാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചതോടുകൂടിയാണ് ബന്ധുക്കളെത്തി മരിച്ചത് സനുക്കുട്ടനാണ് എന്ന് സ്ഥിരീകരിച്ചത്. ഹരീഷ്മയുടെ സംസ്കാരം മാവേലിക്കരയിൽ നടത്തി. എന്താണ് ഇവർക്കിടയിലുള്ള പ്രശ്നമെന്നോ എന്തിനാണ് ഈ ഹരീഷ്മ മരിച്ചതെന്നോ അറിയില്ല. 3 മാസം ഗർഭിണിയായിരുന്നു. 4 മാസം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷമാണ് 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സനുക്കുട്ടൻ ഗൾഫിലേക്ക് പോയത്. അതിനുശേഷം എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഭാര്യയുടെ മരണം സഹിക്കവയ്യാതെയാണ് സനുക്കുട്ടൻ മരണമടഞ്ഞത് എന്നാണ് വ്യക്തമാക്കുന്ന വിവരങ്ങൾ. ബന്ധുക്കൾ ഒന്നടങ്കം ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തത്. എന്തുകൊണ്ടാണ് എന്നറിയാതെ അവരും പകച്ചു നിൽക്കുകയാണ്.